മലമുകളിലെ പാറയിടുക്കിൽ നിന്ന് തുള്ളി തുള്ളിയായി ഒഴുകിയിറങ്ങുന്ന ശുദ്ധമായ തണുത്ത വെള്ളത്തുള്ളികൾ. ഗോപിച്ചേട്ടൻ്റെ പറമ്പിലെ ഈ ഓലിയിൽ നിന്ന് ഏത് വേനലിലും വെള്ളം കിട്ടും. പ്രകൃതി നൽകിയ ഈ നിധിയെ തൻ്റേത് മാത്രമാക്കി വെക്കാൻ ഗോപിച്ചേട്ടൻ തയ്യാറായില്ല. വേനലിൽ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന പരിസരവാസികൾക്കും ഓലിയിൽ നിന്ന് ജലമെടുക്കാൻ അനുവാദം നൽകി. ഗോപി തരുന്ന വെള്ളമാണ് ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം. വേറെ ദൂരോട്ടൊന്നും പോയി കൊണ്ടുവരാനുള്ള പ്രാപ്തിയൊന്നും ഞങ്ങൾക്കില്ല. ശരീരമൊന്നും പൊങ്ങുകയില്ല. ഞങ്ങൾക്ക് വെള്ളം എടുത്തുകൊണ്ട് നടന്നു വരാൻ പറ്റിയാലും ഇവിടുന്ന് ഇത്രയും വെള്ളം കോരുന്നുണ്ട്. രാവിലെ ആണേലും പകലാണേലും. ഇപ്പോൾ ഈ വേനലായതുകൊണ്ട് ഇപ്പോൾ ഈ വെയിലത്താണേലും വന്ന് ഞങ്ങളിങ്ങനെ കോരി കോരി വെക്കും. മണിക്കൂറിൽ 2-3 കുടം വെള്ളം മാത്രമേ ഓലിയിൽ നിന്നും ഊറി ഇറങ്ങുകയുള്ളൂ. അതിനാൽ ജലമെടുക്കാൻ സ്വന്തം കുടുംബത്തെ ഉൾപ്പെടെ ചേർത്ത് ഗോപിച്ചേട്ടൻ ടൈം ടേബിൾ തയ്യാറാക്കി. ഓലി സ്വന്തം പറമ്പിലാണെങ്കിലും ഈ ടൈം ടേബിൾ പാലിച്ച് മാത്രമേ ഗോപിച്ചേട്ടനും വെള്ളമെടുക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഒരു 10-30-40 കുടുംബക്കാർ വെള്ളം നിലവിൽ ഓൾറെഡി കോരിക്കൊണ്ടിരുന്നതാണ്. അത് നവംബർ ഡിസംബർ മാസം മുതലേ ആൾക്കാരിങ്ങ് വരും. ഇപ്പം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിലായി. ഇപ്പോൾ ആൾക്കാർ ശകലം കുറഞ്ഞിട്ടുണ്ട്. കാരണം വെള്ളം ലഭ്യത കുറവ് വരുന്നത് കൊണ്ട് രാവിലെയും വരും വൈകിട്ടും വരും. ഓലി നമ്മുടെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേന് മൂന്നാമതേ ഞങ്ങൾ വരുന്നെങ്കിൽ മൂന്നാമതേ ഞങ്ങൾ പോരുന്നത്, നാലാമതേ ഞങ്ങൾ കലം കൊണ്ടുവെക്കുന്നെങ്കിൽ ഞങ്ങൾ നാലാമതേ പോരുന്നത്. ഈ 3 കൂട്ടരും കോരി മാറിയതിൻ്റെ ശേഷം മാത്രമേ നാലാമത് ഞങ്ങൾക്ക് ടേൺ വരുള്ളൂ. ആ സമയത്താണ് നമ്മൾ പോരുന്നത്. അവനവനിലേക്ക് ചുരുങ്ങുന്ന മനുഷ്യരുടെ ലോകത്ത് ഗോപിച്ചേട്ടനെ പോലെയുള്ളവർ നന്മയും മനുഷ്യത്വവും എന്തെന്ന് സ്വന്തം പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഉറവയും ഈ മനുഷ്യനും ഒരുപോലെയാണ്. ഉറവയിൽ ജലം വറ്റുന്നില്ലെങ്കിൽ ഈ മനുഷ്യനിൽ നന്മയും വറ്റുന്നില്ല. അതിമനോഹരമായൊരു ക്യാപ്ഷനോടുകൂടിയാണ് അത് അവിടെ അവസാനിച്ചിരുന്നത്. ഉറവയിൽ ജലം വറ്റുന്നില്ലെങ്കിൽ മനുഷ്യനിൽ നന്മയും വറ്റുന്നില്ല. നന്മ വറ്റാത്ത മനുഷ്യരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ അത് നമുക്ക് നല്ലൊരു നനവ് കൂടിയാണ്. അപ്പോൾ ഇത്തരം ക്ലിപ്പുകളിലൂടെ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, നമുക്ക് എവിടെയൊക്കെയോ നന്മകൾ വറ്റിപ്പോവാറുണ്ടോ? ഇതുപോലത്തെ സ്വാർത്ഥമെന്ന് നമ്മൾ കരുതുന്ന അല്ലെങ്കിൽ സ്വാർത്ഥമാണെന്ന് നമ്മൾ വിചാരിക്കുന്ന പലയിടങ്ങളിലും നമുക്ക് നിസ്വാർത്ഥമാവാൻ കഴിയാറുണ്ടോ? അപ്പോൾ ഇതിപ്പോൾ ഒരു വിശ്വാസി പോലും അല്ല, പക്ഷേ മനുഷ്യൻ എന്ന ഒരു നന്മയുടെ അംശം അയാളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അയാൾക്ക് അയാളുടേതാക്കി മാത്രം വെച്ചിട്ട് കഴിക്കാൻ കുടിക്കാൻ പറ്റുന്ന വെള്ളത്തിൻ്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് അത് കിട്ടാതെ ആവുമ്പോഴാണ് അതിൻ്റെ മൂല്യം. ഇന്നത്തെ കാലഘട്ടത്തിൽ നിർലോഭം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വിച്ച് ഇടുമ്പോഴേക്കും ഇവിടെ പൈപ്പിൽ വെള്ളം വരുന്നുണ്ട്. പക്ഷേ ഇത് കിണറ്റിൽ വെള്ളം പടച്ചോൻ തന്നെങ്കിൽ മാത്രമേ ഇവിടെ എത്തുള്ളൂ എന്നുള്ള നമ്മുടെ സംവിധാനങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ലാതെയായി മാറും ഇവിടെ വെള്ളമില്ലാതെ. അപ്പോൾ ഇല്ലാത്ത ആളുകൾ അത് അനുഭവിച്ചാൽ, പണ്ടത്തെ ആളുകൾക്ക് ശരിക്കും അറിയായിരിക്കും. പണ്ടൊക്കെ ഒരു കുടം വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ ദൂരെ പോയിട്ട് അത് കൊണ്ടുവന്ന് വെച്ച് എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഗ്ലാസ് കൊണ്ട് കോരിയെടുത്ത് കുറേശ്ശെ ഇങ്ങനെ കൊടുക്കുന്ന വീട്ടിൻ്റെ അടുക്കളയിലൊക്കെ ഇങ്ങനെ കുടം വെക്കുമായിരുന്നില്ലേ? ചീർക്കൊക്കെ ഓർമ്മയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കാലം. കുടുംബ വീട്ടിൽ, നമ്മളെ വീട്ടിലില്ലെങ്കിലും കുടുംബ വീടുകളിലൊക്കെ ഉണ്ടാവും ദൂര സ്ഥലങ്ങളിലൊക്കെ, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവിടുന്ന് അങ്ങനെ കുടിവെള്ളത്തെ പ്രത്യേകം അതിങ്ങോട്ട് ആ കുടം വെച്ചിട്ട് അതിൻ്റെ ഒരു ദിവസത്തേക്ക് ആ കുടത്തിൻ്റെ ആ ഒരു വെള്ളമാണ്. പിന്നെ അതിന് ഇത്തിരിയാണ് വെള്ളം കുടിക്കാൻ എടുക്കുക. ഇങ്ങനെ കുറേശ്ശെ ഒപ്പിക്കണം. കുളിക്കാനുള്ളതിന് ബാക്കി വേറെ എവിടെയെങ്കിലൊക്കെ നടന്നു പോയിട്ട് കുളിച്ച് തിരുമ്പിയിട്ടൊക്കെ തിരിച്ചു വരണം. അപ്പോൾ ഇന്ന് സൗകര്യങ്ങൾ കൂടിയപ്പോൾ വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ പലയിടത്തും ഉണ്ട്. പക്ഷേ ദൂര സ്രോതസ്സാണെങ്കിൽ പോലും വീട്ടിലേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായപ്പോൾ മനുഷ്യൻ ആലോചിക്കേണ്ടത്, ഇത് എവിടെ ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ സൗകര്യങ്ങൾ എത്ര ഉണ്ടെങ്കിലും ആ ഉള്ള സ്ഥലത്ത് നഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു സൗകര്യം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ ആ വെള്ളം കൊടുക്കാനുള്ള ഈ ഒരു ഗോപിച്ചേട്ടൻ്റെ മനസ്സെന്ന് പറഞ്ഞല്ലോ. 3 ആളുകൾ ഇതിനു വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വെള്ളത്തിലേക്ക് ഞാൻ 3ാമതാണ് എത്തുന്നെങ്കിൽ ഞാൻ 3ാമേ എടുക്കുള്ളൂ എന്ന് പറയണത്. അവിടെയാണ് അതിൻ്റെ ആ ഒരു പോയിന്റ് കിടക്കുന്നത്. അത് ഇടുക്കിയിലുള്ള 9 ഏക്കർ സ്ഥലത്ത് നമ്മളെ ഗോപിച്ചേട്ടന് നല്ലൊരു ചിന്ത തന്നെയാണ് സലാംക്ക് പറഞ്ഞ പോലെ ഇവിടെ തന്നിട്ടുള്ളത്. ഗോപിച്ചേട്ടനെ പിന്നെ 10-30 കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ഗോപിച്ചേട്ടനൊരു കാരണമായി മാറുകയാണല്ലോ. 1 മണിക്കൂറിൽ 3-4 കുടം ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ എൻ്റെ മനസ്സിലിങ്ങനെ വന്നൊരു ചിന്തയെ, നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ ബീർ റൂമ ഒരു നല്ലൊരു ചരിത്രമാണല്ലോ. അപ്പോൾ മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബാക്കളൊക്കെ ഹിജ്റ പോയി. അപ്പോൾ അവിടെ ശരിക്കും വെള്ളത്തിന് ക്ഷാമമുള്ളൊരു കാലമാണല്ലോ.
ഇപ്പോൾ ശുദ്ധമായ വെള്ളം കിട്ടാത്തൊരവസ്ഥ. കിണറുകൾ മദീനത്ത് ഒരുപാടുണ്ടെങ്കിലും ശുദ്ധമായ വെള്ളം കിട്ടുന്ന കിണറുകൾ വളരെ അപൂർവമാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ആര് വെള്ളം ഇത്രയും വെള്ളം സോഴ്സുള്ള വെള്ളമുള്ള ശുദ്ധമായ വെള്ളമുള്ള കിണർ ആര് വാങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ ആ ജൂതൻ്റെ അടുത്തുനിന്ന് ഒരു ദിവസം ഞാൻ വാങ്ങിച്ചോളാം, ഒരു ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് ഫ്രീ ആയിട്ട് അവിടെയുള്ള മദീനത്തുള്ള ആളുകൾക്ക് വെള്ളം ഉപയോഗിക്കാൻ. രണ്ടാമത്തെ ദിവസം ജൂതൻ അത് ക്യാഷിന് കൊടുക്കുക ചെയ്ത്. പിന്നീട് പൂർണ്ണമായും ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് വാങ്ങിക്കുകയും ഇന്നും മദീനയിലേക്ക് ചെന്ന് ഉള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും ബീർ ഉസ്മാൻ എന്നുള്ള പേരിലാണ് കിണർ നമ്മളൊക്കെ കേൾക്കുന്നത്. അപ്പം ഇന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹു നമ്മളെ കൂടെ ഇല്ല. ഇന്നും ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പറയുന്നു, ആ വെള്ളം എല്ലാവരും ഉപയോഗിക്കുന്നു. ഇപ്പോൾ വെള്ളം ശരിക്ക് സലാമക്ക് തുടങ്ങി വെച്ചപ്പോൾ പറഞ്ഞപ്പോൾ വെള്ളം ശരിക്കും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ജാരിയ സദക്കയാണ്, ഒരാൾക്ക് വെള്ളം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ. സിഖായത്ത് എന്ന് അറബിയിൽ പറയും. വെള്ളം കൊടുക്കുന്നതിന് പ്രത്യേക പുണ്യമുണ്ട്. നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകാൻ പറ്റും. അവർ ആ ഹദീസ് എഴുതി വെച്ചിട്ട് പൊതു ഇടങ്ങളിലൊക്കെ വെള്ളം കൊടുക്കാൻ പ്രത്യേക സൗകര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതുപോലെ ഈ ഇസ്ലാമിക ചരിത്രത്തിൽ പണ്ട ജാഹിലിയ കാലഘട്ടത്തിൽ പോലും അവർ വെള്ളം കൊടുക്കാനായിട്ട് സിഖായത്തിന് പ്രത്യേക ആളുകൾ ഉണ്ടാകുമായിരുന്നു എന്നാണ്. അപ്പോൾ അത് ഒരു വെള്ളം കൊടുക്കുക, അതുപോലെ ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പുണ്യമുള്ള. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ 3 കർമ്മങ്ങൾ നമ്മളെ വിട്ടു പോരുന്നില്ല, ബാക്കിയെല്ലാം പോവും. നമ്മളെ ബാക്കിയുള്ളവരൊക്കെ പോകുന്നുണ്ടെങ്കിലും ആ 3 കാര്യങ്ങളിൽ ഒന്ന് നമ്മളെ ജാരിയ സദക്കകളാണല്ലോ. അപ്പോൾ അത്തരം കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയതാണ്. ഇടുക്കിയിലെ ഗോപിച്ചേട്ടൻ തന്ന ചിന്തകൾ കൊണ്ട് ഒരു വിശ്വാസി ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കിണറും അതുപോലെ സലാമൊക്കെ പറഞ്ഞ പോലത്തെ കുറച്ച് അനുഭവങ്ങളൊക്കെ വെച്ച് ഒരുപാട് നന്മകൾക്കുള്ളൊരവസരമാക്കട്ടെ. ഇത്തരം നമ്മളെ കിണറ്റിൽ വെള്ളം ഇപ്പോൾ ഇവിടെ മലപ്പുറത്ത് അങ്ങനെ ഒരാളുണ്ടല്ലോ, വെള്ളം പമ്പ് ചെയ്ത് അയാളെ കിണറിന്ന് എത്ര എണ്ണാന്ന് എനിക്ക് ഓർമ്മയില്ല, മോട്ടർ വെച്ചിട്ട് അങ്ങനെ ഒരാളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ പൊതു പ്ലാറ്റ്ഫോമിൽ അത് കേൾക്കാത്തതുകൊണ്ടാണ്. അല്ലെ, നമ്മൾ എത്ര 44 നദികളും ഇത്ര കിണറുകളും കുളങ്ങളും എല്ലാം വെള്ളത്തിൻ്റെ നടുവിൽ ജീവിക്കുന്ന കേരളക്കാർക്ക് ഒന്ന് പുറത്ത് പോകണം. കാരണം നമ്മൾ പല UP അതുപോലെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ വെള്ളം കിട്ടാത്തയിടത്തേക്ക് കുഴൽക്കിണർ കുത്തി കൊടുക്കുന്ന അല്ലേ, നമ്മളിവിടെ പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നമ്മൾ അറിയണം. ഇപ്പം അപ്പോഴാണ് നമുക്ക് കിട്ടിയതിൻ്റെ ഞാമത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്നുള്ളത്. അതോടൊപ്പം മലയാളി വെള്ളം ഉപയോഗിക്കാൻ കുറച്ച് കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന ഒരു ലാവിഷായി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. നമുക്ക് ധാരാളമായി കിട്ടിയത് കൊണ്ട് ധാരാളിത്തത്തിൽ അകപ്പെടുന്നുണ്ടോ എന്നുള്ളത് അല്ലേ.